ലോകത്തിൽ നാം ഇനി അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ, ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ ധാരാളം പണമുണ്ടായിരിക്കാം, എന്നാൽ അതുകൊണ്ട് അതിനെ നേരിടാൻ കഴിയില്ല. നിങ്ങൾ സ്ഥിരമായിട്ട് സഭയിൽ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിനെ അഭിമുഖീകരിക്കാൻ കഴിയില്ല. ഇതെല്ലാം നല്ലതാണ്, ഒരു സംശയവുമില്ല. അതിന് നിങ്ങൾ ദൈവത്തെ തന്നെ അറിയണം. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയുന്നതും അവൻ അയച്ച യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് അറിയുന്നതുമാണ്. നിങ്ങൾക്ക് ഈ വ്യത്യാസം അറിയാമോ? ഭാര്യയെ വിവാഹം കഴിക്കുന്ന 30-40 കൊല്ലം എടുത്ത് അവളെ അറിയുന്നതും തമ്മിലുള്ള വ്യത്യാസം. നീ വിവാഹം കഴിച്ചപ്പോൾ നിൻ്റെ ഭാര്യയെ വളരെയധികം നീ സ്നേഹിക്കുന്നുണ്ടാവും, ഭർത്താവിനെ നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്നുണ്ടാവും. എന്നാൽ അവൻ എങ്ങനെ ഒരാളാണെന്ന് നിങ്ങൾക്കറിയില്ല. എന്നാൽ 30-40 കൊല്ലം നിങ്ങൾ സ്നേഹത്തോടെ ഒരുമിച്ച് ജീവിച്ചാൽ നിങ്ങൾ ശരിക്കും തമ്മിൽ അറിയും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. വീണ്ടും ജനനമെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ വിവാഹം കഴിക്കുന്നു, അതുപോലെ അവനെ അറിയുന്നതും. അനേക വർഷങ്ങളായിട്ട് വീണ്ടും ജനിച്ചു എന്ന് പറയുന്ന നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് ദൈവത്തെ എത്രമാത്രം അറിയാം? ഇപ്പം ദൈവത്തെ കുറച്ചുകൂടി നന്നായിട്ട് നിങ്ങൾക്ക് അറിയാമോ? അവൻ്റെ വഴികൾ അറിയാമോ? കർത്താവ് എന്താ സ്നേഹിക്കുന്നതെന്നറിയാമോ? കർത്താവിനോട് ആ ആഴമായിട്ടുള്ള ബന്ധം ഇന്ന് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ വിവാഹം കഴിച്ചു, നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾക്കിപ്പം വളരെ ആഴത്തിൽ അറിയാം. അതുപോലെ കർത്താവിനെ നിങ്ങൾക്കറിയാമോ? മിക്ക ക്രിസ്ത്യാനികളും അങ്ങനല്ല. അവർക്ക് കർത്താവിനെ അറിയില്ല. ആ അറിവാണ് നമ്മളെ അവസാന നാളുകളിൽ സഹായിക്കാൻ പോകുന്നത്. ദാനിയേലിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിലുള്ളൊരു വാക്ക് ഞാൻ കാണിക്കാം. ദാനിയേലിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. മുപ്പത്തിരണ്ടാമത്തെ വാക്യം, ദാനിയേൽ 11:32 അവസാന ഭാഗം. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. അവനിവിടെ അവസാന നാളുകളെക്കുറിച്ചാണ് പറയുന്നത്. അവനിവിടെ എതിർ ക്രിസ്തുവിനെക്കുറിച്ചും അവസാന നാളുകളെ പറ്റിയാണ് പറയുന്നത്. 32-ാം വാക്യത്തിൽ അന്ത്യക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വഷളാക്കും. എന്നാൽ ഇങ്ങനെയുള്ള ഈ സമയത്ത് തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം അവർ ഉറച്ചു നിൽക്കും. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ വാക്യം മനഃപ്പാഠമാക്കി. തങ്ങളുടെ ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും ഈ അവസാന നാളുകളിൽ. ഇതോർത്തിരിക്കുക. അത് ദൈവവചന ജ്ഞാനമല്ല. ഇത് വലിയ വ്യത്യാസമാണ്. പരീശന്മാർക്ക് ദൈവവചനം അറിയാമായിരുന്നു, യേശുവിന് ദൈവത്തെ അറിയാമായിരുന്നു. ഇത് 2 ലോകങ്ങൾ പോലുള്ള വ്യത്യാസമാണ്. ആകാശവും ഭൂമിയും പോലുള്ള വ്യത്യാസം. ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്നാണ്. ഒന്നാമത് നമ്മുടെ ശരീരത്തെ ദൈവത്തിന് കൊടുക്കണം. അതിനുശേഷം റോമർ 12:2 നമ്മുടെ മനസ്സ്, അതാണ് അടുത്ത കാര്യം. എൻ്റെ ശരീരം അത് കണ്ണമാക്കി ദൈവത്തിന് സമർപ്പിക്കണം. എന്നാൽ എൻ്റെ മനസ്സ് അത് പുതുക്കം പ്രാപിക്കണം, പുതുകിക്കൊണ്ടിരിക്കണം. എൻ്റെ മനസ്സ് പുതുകി വരണം. അങ്ങനെ അതിന് പുതുക്കം വരുമ്പം എനിക്ക് രൂപാന്തരം ഉണ്ടാകുന്നു. അതുകൊണ്ട് എങ്ങനെയാണ് ഞാൻ യേശുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുന്നത്? അതെൻ്റെ മനസ്സ് പുതുകി വരുന്നതിലൂടെയാണ്. അങ്ങനെ ഞാൻ തെളിയിക്കുകയാണ് ദൈവത്തിൻ്റെ പൂർണ്ണഹിതം എന്താണെന്ന്. പഴയ നിയമകാലത്ത് ദൈവം പുറത്തു നിന്നാണ് സംസാരിച്ചത്. അബ്രഹാം, ശമൂവേൽ, ഇത് ചെയ്യൂ, അത് ചെയ്യൂ, മറ്റേത് ചെയ്യൂ, കാരണം ദൈവം പുറത്തായിരുന്നു. എന്നാൽ ആ പെന്തക്കോസ്ത് നാൾ മുതൽ ദൈവം അവരുടെ ഉള്ളിൽ വന്നു. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരികയും ഉള്ളിൽ നിന്ന് സംസാരിക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ മനസ്സ് പുതുകാനായിട്ട് ദൈവത്തെ അനുവദിക്കുമെങ്കിൽ വിവിധ സാഹചര്യങ്ങളിൽ എനിക്ക് മനസ്സിലാകും അവിടെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്നുള്ള കാര്യം. ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പം നമ്മൾ ഏത് ജോലി മേടിക്കണം, ആരെ കല്യാണം കഴിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. പ്രധാനപ്പെട്ടതാണ്, മുഖ്യമല്ല. പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഈ പാപത്തോടുള്ള എൻ്റെ മനോഭാവം എന്തായിരിക്കണം, ഈ കാര്യത്തോടുള്ള എൻ്റെ മനോഭാവം, ഈ ലോകത്തിലുള്ള ഒത്തിരി കാര്യങ്ങളോടുള്ള എൻ്റെ മനോഭാവം. അത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതല്ല. അതുകൊണ്ടാണ് ദൈവം എങ്ങനെ ചിന്തിക്കുമോ അങ്ങനെ ചിന്തിക്കാനായിട്ട് എൻ്റെ മനസ്സ് രൂപാന്തരപ്പെടേണ്ടതുണ്ട്. എനിക്ക് ദൈവം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കണമെങ്കിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നുള്ളതിൻ്റെ ശരിയായ പരിഭാഷ അതാണ്. ഞാൻ ദൈവം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുക, യേശു ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുക. അതിന് ഞാൻ ദൈവവചനം നന്നായിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ദൈവം എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നോട് പറയുന്ന ലോകത്തിലെ ഏക പുസ്തകം ഇതാണ്. പഴയ നിയമം പോലും, പഴയ നിയമത്തിലുള്ള ഹോശയ്യാവും യോവേലും ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ ഞാൻ വായിക്കുമ്പം ദൈവം എത്രമാത്രം പാപത്തെ വെറുക്കുന്നുവെന്ന് ഞാൻ കാണുന്നു. ഉദാഹരണത്തിന് വിഗ്രഹാരാധന. ഇസ്രായേൽ മക്കളുടെ വിഗ്രഹാരാധനയ്ക്കെതിരെ ദൈവം ശക്തമായി പ്രതികരിക്കുന്നു. ഇന്ന് പണമാണ് ഏറ്റവും അധികം മനുഷ്യൻ ആരാധിക്കുന്ന ഒരു കാര്യം. അതിനെ ദൈവം വെറുക്കുന്നു.
ഞാനത് കാണുമ്പം ഞാൻ പറയും, കർത്താവ് എനിക്കും അതിനെ വെറുക്കണം. ഞാൻ അതിനെ ഉപയോഗിക്കും, എന്നാൽ അതിനെ ആരാധിക്കത്തില്ല. അതുപോലെ സുഖങ്ങളെ ഞാൻ ആരാധിക്കത്തില്ല. കാരണം ദൈവം വിഗ്രഹാരാധനയെ വെറുക്കുന്നു. ഇങ്ങനെ ദൈവവചനം ഞാൻ വായിക്കുമ്പം ദൈവം വെറുക്കുന്ന കാര്യങ്ങളെ എനിക്കവിടെ കാണാനായിട്ട് കഴിയും. അവൻ വ്യഭിചാരത്തെ വെറുക്കുന്നു, ദുർനടപ്പിനെ അവൻ വെറുക്കുന്നു, വിവാഹ ജീവിതം പവിത്രമായിരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. മലാക്കി 2-ാം അധ്യായത്തിൽ ദൈവം പറയുന്നു, ഞാൻ വിവാഹമോചനം വെറുക്കുന്നു. അത് 2-ാം അധ്യായത്തിലാണ് കാണുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ വചനം ഞാൻ വായിക്കുമ്പോൾ വിവിധ കാര്യങ്ങളിൽ ദൈവം എങ്ങനെയാണ് ചിന്തിക്കുന്നത് എനിക്ക് കാണാനായിട്ട് കഴിയും. അനുദിനം ഞാൻ നേരിടുന്ന കാര്യങ്ങൾ അങ്ങനെ എൻ്റെ മനസ്സിനെ എനിക്ക് രൂപാന്തരപ്പെടുത്താൻ കഴിയും. അങ്ങനെ ദൈവം ചിന്തിക്കുന്ന പോലെ എനിക്ക് ചിന്തിക്കാൻ കഴിയും. അങ്ങനെ ദൈവത്തിൻ്റെ പൂർണ്ണഹിതം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും.